അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മള് കടനാപ്പുണ്ടില് മാമ്പഴം നേർച്ച കേട്ടോ. അപ്പൊ നമ്മൾ ആണ്ട് പോകണം, എല്ലാവരും മുണ്ടിട്ടോ ഗൈസ്. ഇനി നേരം ആരാ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇവിടെ എത്തിട്ടോ. ഇതാണ് കടകളൊക്കെ, തോന കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ കുഞ്ഞിവാവ വരെ ഉണ്ട് ഞങ്ങളോടൊപ്പം. ഇതൊക്കെയാണ് ഇത്, തോന കളിപ്പാട്ടങ്ങളും എല്ലാതും ഉണ്ട്. അവിടെ അത് നാസർകാക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊരു മക്കാമുണ്ട്, മാമ്പ്ര മക്കാം. അതിലാണ് നേർച്ച, അതുകൊണ്ടാണ് ഈ മാമ്പ്ര നേർച്ച അറിയപ്പെടുന്നത് കേട്ടോ ഗൈസ്. അപ്പൊ ആദ്യം തന്നെ എൻ്റെ കുഞ്ഞുവാവക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കിളിക്കുഞ്ഞാട്ടോ ഞങ്ങൾ മേടിച്ചു കൊടുത്തത്. എൻ്റെ കൈക്ക് ഇരിക്കുന്നതാ, ഞങ്ങളെ കയ്യിൽ നിൽക്കാത്തൊരു സാധനം കേട്ടോ ഈ സാധനം, കൂടിപ്പ് ഗൈസ്. അപ്പൊ ഇവൻ എൻ്റെ കയ്യിലൊന്നും നിൽക്കണില്ല കേട്ടോ. പക്ഷെ ഞാനൊരു മാജിക് അഞ്ചരട്ടേ. അപ്പോൾ ഇവിടെ കമ്മലൻ്റെ സെലക്ഷൻസ് ഫുള്ളുണ്ട് കേട്ടോ. ഇതിലെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കമ്മല സെലക്ഷൻസ് ആട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലുണ്ട്, വലിയ കമ്മലുണ്ട്, ക്ലിപ്സ് ഉണ്ട്, ക്രാബ് ഉണ്ട് ഇതിൽ, പിന്നെ മുട്ടുസൂചി ഉണ്ട്. എല്ലാതും ഉള്ളൊരു ചെറിയൊരു ഇത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഈ കമ്മലുകളൊക്കെ 20 മുതൽ 50 വരെയുള്ള റേറ്റ് മാത്രമുള്ളൂ കേട്ടോ. വലുതും എല്ലാതും 50 വരെ മാത്രമുള്ള കേട്ടോ. വലുതും ചെറുതും കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാട്ടോ. ഇത് അധികം കാണാനൊന്നുമില്ല കേട്ടോ. ഇത് നല്ലതാണ്, എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു കളർ, ബ്ലാക്ക് കേട്ടോ. നല്ലൊരു കളറ്, നല്ല കട്ടിയുള്ള കളറാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയും ഒന്നും കൂടി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എടുക്കാം. ഇനി ഞാൻ ഇങ്ങനെ തിരിച്ചു വെക്കാറുണ്ട് ഗൈസ്. ഇതിലേതോ നല്ലതെന്ന് നോക്കുകയാണ്. എല്ലാതും നല്ലതാണ് ഗൈസ്. എൻ്റെ ഉപ്പാൻ്റെ സെലക്ഷനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഗൈസ്. എനിക്കിപ്പോൾ ഓൾറെഡി 3 കമ്മലാസ് മേടിച്ചിട്ടോ. അപ്പം ഇനി ഉമ്മാക്ക് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇതുവരെ ഉമ്മനെ എൻ്റെ സെലക്ട് ചെയ്ത്, അപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഉമ്മാക്ക് ഇഷ്ടമുള്ള ഉമ്മ മേടിച്ചിട്ടോ. സിമ്പിളായതാട്ടോ എൻ്റെ ഉമ്മാക്ക് ഇഷ്ടം. അങ്ങനെ ഉമ്മയും നല്ല മേടിച്ചിട്ടോ ഗൈസ്. ഈ അടി കാണുന്ന ഇതൊക്കെ 20 രൂപേൻ്റെ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് കമ്മല പർച്ചേസിങ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പീടികയിൽ വന്നപ്പോൾ ഈ ഒരു കുടുക്ക ഉണ്ട്. കുടുക്കല്ലേ സത്യം പറഞ്ഞാൽ മറ്റേ പുക ഇടുന്ന സാധനം കേട്ടോ. അത് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ കമ്മലക്കാക്ക വന്ന് കണ്ട് പറഞ്ഞ് നിങ്ങൾ വീഡിയോ എടുക്കണ്ട, യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കാക്ക അടിച്ചു നോക്കി, സൂപ്പറാണല്ലോ വീഡിയോസൊക്കെ എന്നൊക്കെ പറഞ്ഞ്. നല്ലൊരു കാക്ക കേട്ടോ കാക്ക. അപ്പോൾ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഉമ്മക്ക് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് മേടിച്ചിട്ട് ഗൈസ് എൻ്റെ കണ്ണിൽ ആ സാധനം പെട്ടത് കൂട്ടും ചായയൊക്കെ ഉള്ള എന്താ പ്ലീസ്. അങ്ങനെ ചില്ലാനിടാ അങ്ങനത്തെ അപ്പൊ ഗൈസ് നമ്മളൊരു സംഭവം അടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നോട്ടിട, ഇവിടെ ചില്ലാനട അങ്ങനൊക്കെ ഉണ്ടാവില്ല. അതാണിത് പരമാവധി. അപ്പൊ ഗൈസ് ഇത് വെച്ച് പോക്കറ്റിലൊക്കെ ഊരി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നാസർക്കാരന് എൻ്റെ കയ്യിലൊന്നുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഞാൻ നടന്നു പോകുമ്പോഴാണ് അലിക്കാക്കാനുണ്ട്, നമ്മൾ ചെന്നൈസിൻ്റെ ഒക്കെ ഒരു മുതലാളിയായ ഒരു അലിക്കാക്കയാണ്. നമ്മളെ സബ്സ്ക്രൈബും കൂടി ആട്ടോ. അപ്പോൾ ഉപ്പച്ച് ഇങ്ങനെ ഞാൻ നോക്കണതിൻ്റെ ഇടയിൽ അവിടെ ബോക്സ് സാധനങ്ങൾ എല്ലാതും കണ്ടു. എനിക്ക് എല്ലാം ഇഷ്ടമായിട്ട് ആ ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ദേ ഇരിക്കുന്ന ഒരു പാമ്പ് ഗൈസ്. ഞാൻ തന്നെ പേടിച്ചു. ആദ്യം ഉപ്പച്ചായിട്ടോ കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് പിന്നെ ഒരു സാധനം വേങ്ങിയിട്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് ഗൈസ്. ഉപ്പാക്ക് എപ്പോഴും എന്നോട് പുറം ചൊറിയാൻ പറയും. അപ്പോൾ ഉപ്പാക്ക് സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മൾ ഈ മാല സാധനങ്ങളൊക്കെ എടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു ബലൂണുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്ക് ആ വേഗം പൊട്ടുന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ഗൈസ്. വെറുതെ കാശ് കളയണ്ട, അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് വെറുതെ.
അപ്പോൾ ഗൈസ് പിന്നെ ഈ ബലൂണായിട്ട് ഞാൻ കുറച്ച് പട്ടിഷോ കാണിച്ചിട്ട് ഗൈസ് പട്ടിഷോ. അപ്പം അതിൻ്റെ ഇടയിൽ കൊട, തന്തക്കൊട, വലിയ കൊട, വാപ്പക്കൊട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി കണ്ട് കളിക്കുവാട്ടോ വെച്ച്. അങ്ങനെ ഞാനും അവിടെ പോയി സ്കൂൾക്കുള്ള ഒരു കുടമൊക്കെ മേടിക്കുവാട്ടോ ഗൈസ്. പിന്നെ ഞങ്ങളൊരു പെറ്റ് ഷോപ്പിൽ പോയിട്ട് ഇവിടെ ഒരു പുലിൻ്റെ ഒക്കെ ചിഹ്നമുള്ള ഒരു പൂച്ച, സാധാ പൂച്ച മാതിരിയാണ്, പക്ഷെ അതിൻ്റെ മേത്ത് കണ്ട് ചീറ്റൻ്റെ മാതിരി. പിന്നെ കളർഫുള്ളായ മീനുകളൊക്കെ, ഫിഷുകളൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ കുട്ടിക്ക് വേണമെന്ന് തന്നെ ആഗ്രഹം. അപ്പം ഞാൻ അത് അവിടെ എന്തോ ഒരു സാക്കറ അങ്ങനെ എന്താ പറഞ്ഞൊരു എന്താണ് ഇതിന് കണ്ടിട്ട്. പിന്നെ അതേ നിൽക്കുന്ന വലിയ മീന്, ഗോൾഡ് ഫിഷ്. ആ പൂച്ചനെ കുട്ടിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ തൂണ്ടി കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാനിതാ രണ്ടെണ്ണം കളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുത്തിട്ട് കൈ അറിയുമ്പോൾ അത് ഒരു പീപ്പി ഇടാതെ അത് ഒരു റെഡ് കളറിന്റെ പാമ്പിനൊക്കെ ഞാൻ കണ്ടിട്ട് ചളി തവള തന്നെ വാൽമ പിടിക്കുമ്പോൾ ഇങ്ങനെ ചാടി ചാടി പോട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പീടികയിലൊക്കെ ഞാൻ പോയി ആണ്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒരു കുട്ടി തന്നെ തെറിച്ച് നോക്കിയിട്ട് ഗൈസ് എനിക്ക് തന്നെ പേടിയായി. ഞാൻ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പലഹാരങ്ങളുണ്ട്, ബലൂണുണ്ട്. എന്നിട്ട് ആ കാക്കിനെ പേടിപ്പിച്ചിട്ടോ, അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞോക്കിയത്. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ പോയി നോക്കി, അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് അങ്ങനെ മനസ്സിലാക്കി. പിന്നെ എന്താണ് ഞാൻ അവിടെയൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് ഒക്കെ മേടിക്കാൻ വെച്ചിട്ട് ഞാനും വെച്ച് വേറെ വേറെ വഴിക്ക് പോയിട്ടാ. അങ്ങനെ ഞാനിത് അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പരിശോധിച്ച് മാല, വളകൾ, എന്താണ് ക്ലിപ്സ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ പിടിയപ്പോൾ ഷാലൊക്കെ ഉണ്ട് അവിടെ പീപ്പിയും എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. ഈ പിടിയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിട്ട് ഈ മുന്നിൽ കാണുന്നത് ഈ ചൂണ്ടൽ ഇത് എപ്പോൾ കാണിച്ചു തന്നില്ലേ, ഈ ചൂണ്ടൽ ഞാനൊന്ന് മേടിച്ച്. പിന്നെ അവിടെ കാണുന്ന ഒരു ബബിൾസ് മേടിച്ച്. അത് കണ്ടിട്ട് ഷാലു അന്തം മുട്ടക്കുന്തത്തിൻ്റെ അത് നിൽക്കുവാണ്. ഞാനും അവിടെ ഇങ്ങനെ കല്ലിഷ്ടമായിട്ട് അതിനൊക്കെ ഫിഷിനുണ്ട് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ അത് ഈ കാക്കിയിട്ട് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇത് ഈ ബബിൾസ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. യൂട്യൂബിൽ നമുക്ക് കാണാതല്ല, ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഇത്രയും വലുത് ഇത് ഡോൾഫിൻ്റെതാട്ടോ ഈ ബബിൾസ് വരുന്ന സാധനം. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ചിട്ടോ ഈ കടയിൽ നിന്ന്. ഈ രണ്ട് സാധനം കേട്ടോ ഞാൻ ഈ കടയിൽ നിന്ന് മേടിച്ചത്. ആ കാക്ക് പൈസ എടുക്കല്ല കേട്ടോ, അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനാണ്. അങ്ങനെ എനിക്ക് നല്ല സന്തോഷമായിട്ട് ഈ രണ്ട് സാധനം കിട്ടിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഇപ്പച്ച് നിർബന്ധിച്ച് പൈസ ഇതാക്കി തന്ന്. അങ്ങനെ ഞാൻ ഇപ്പോൾ സാധനം കിട്ടിയതിൻ്റെ ഉള്ള സന്തോഷമായിട്ടാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. കുറച്ച് പട്ടിഷോയി. അങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ ലിപ് ബാം എൻ്റെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ലിപ് ബാം ഞാൻ മേടിക്കാൻ പോയതിന് എന്താണ് ബലൂണിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട് ആ ബലൂണിൻ്റെ ഇതൊക്കെ കണ്ടു ഗൈസ്. അങ്ങനെ ഞാൻ അവിടുന്ന് തോന്നെ പല പലങ്ങോട്ടും ഉണ്ട്. സൺഫ്ലവറിൻ്റെ ഒക്കെ ക്ലിപ്സ്, ലിപ്സ്റ്റിക്ക് എന്തൊക്കെയാണ് അവിടെ എന്ന് അറിയാതെ ആ ലിപ് ബാമായിട്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഇങ്ങനത്തെ ക്യൂട്ടായിട്ട് സാധനം ഉണ്ട്, എനിക്ക് മേടിക്കാൻ കൂടിയായിട്ട് ഇവരൊക്കെ റേറ്റ് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതെടുത്തോളം 50 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാവിനെ പറ്റിച്ചിട്ട് ഗൈസ്. ഞാൻ അവിടെ പോയപ്പോൾ അതൊന്നുമില്ല. പിന്നെ ഈ കാക്ക ഒരു പാവം കാക്കയാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമുള്ള ചക്കര മുട്ടാക്കിയാണ് ഇത് ഉണ്ടാക്കുന്ന ഈ കാക്കക്ക് സംസാരിക്കാനും പറ്റില്ല കേട്ടോ, പാവാണ്. ഈ കാക്കാൻ്റെ കല്യാണം നോക്കുന്നുണ്ട് ഗൈസ്. ആ കല്യാണത്തിന് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നതാണ്. അങ്ങനെ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാക്കാക്ക് നല്ല അടിപൊളി ഒരു പെൺകുട്ടീനെ നിങ്ങൾ കണ്ടെത്തണം ഗൈസ്. എന്നാലേ നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുള്ളൂ, ക്ഷണിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഗൈസ് എല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഗൈസ് ആ കാക്ക എന്നൊക്കെ പറയണ്ട. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകണ നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക ഗൈസ്. അതിൻ്റെ ഞാൻ പോവാണ്. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ, സീ യു, ടാറ്റാ.